ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാനിവിടെ നിന്ന് ഉണ്ടാക്കാൻ പോണേ നല്ലൊരു അടിപൊളി മത്തിക്ക. അതിന് നല്ല അടിപൊളി മത്തി ഇട്ടിന്. എന്ത് രസാല കാണാനും. മത്തി നമ്മളെല്ലാം കഴുകി വൃത്തിയാക്കി. എന്നിട്ട് ഒരു പാത്രത്തിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് ഉലുവയും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടുകൊണ്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അപ്പം അതിൻ്റെ ഒരു പച്ചമണക്ക് മാറിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താക്കണം, അതിലേക്ക് ഉള്ളി, പച്ചമുളക് അതൊക്കെ ഇട്ടുകൊണ്ട് അതും കൂടെ ഒന്ന് നല്ലോണം അങ്ങോട്ട് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പ് ഇട്ടുകൊണ്ട് നല്ല അങ്ങോട്ട് വഴറ്റിയെടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാട്ടോ ഈ മത്തിക്കറി. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി വെക്കട്ടെ. അപ്പോൾ തന്നെ ഞാൻ ഇത്തിരി പുളി വെള്ളത്തിട്ടിട്ട് അതൊന്ന് പിഴിഞ്ഞ് നല്ലോണം അരിച്ചെടുക്കണം. എന്നിട്ട് പിന്നെ തക്കാളിയും കൂടി ഇട്ടുകൊണ്ട് ഒന്നും കൂടി നല്ലോണം വഴച്ചെടുക്കുക. നല്ല വെന്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ അതിലേക്ക് അതിൻ്റെ പൊടികൾ ആഡ് ചെയ്യാം. അപ്പം മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഞാൻ അത് രണ്ടും ഇട്ടിട്ട് മല്ലിപ്പൊടി ഇടാറില്ല കേട്ടോ. മുളക് ഇടുമ്പോൾ ഞാൻ മഞ്ഞൾപ്പൊടിയും മുളക് പൊടി മാത്രമേ ഇടാറുള്ളൂ കേട്ടോ. എന്നിട്ട് അത് നല്ലോണം ആ എണ്ണയിലിട്ട് ഒന്നും കൂടി നല്ലോണം വഴച്ചെടുത്തതിന് ശേഷം പിന്നെ നമുക്ക് എന്താക്കണം, പുളിവെള്ളം അതിലേക്ക് ഒഴിച്ചെടുക്കണം. നമുക്ക് എത്ര കറി വേണം വെച്ചാൽ അത്ര നമ്മൾ പുളി പിഴിഞ്ഞെടുത്തിട്ടുള്ള ആ വെള്ളം അരിച്ചെടുക്കുക. എന്നിട്ട് അത് നമ്മളിതിലേക്ക് ഒഴിച്ചെടുക്കുക. അപ്പോൾ ഈ എണ്ണയിലിട്ട് ഈ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ വഴറ്റുമ്പം തന്നെ നല്ലൊരു കളർ കിട്ടും നമുക്ക്. സാധാ നമ്മൾ വെള്ളത്തിലേക്ക് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കണ മാതിരിയില്ല. ഇങ്ങനെ എണ്ണയിട്ട് വഴറ്റുമ്പം നല്ലൊരു കളറും കിട്ടും നമുക്ക് കറിക്ക്. എന്നിട്ട് അതിലേക്ക് നമുക്ക് മത്തി ഇട്ട് കൊടുക്കാം. പിന്നെ നല്ല മൂടി വെച്ച് നല്ലോണം തിളപ്പിച്ചെടുക്കുക. മീനൊക്കെ നല്ല വെന്ത് പാകമാകുമ്പോഴത്തേന് ഈ കറി നല്ലോണം കുറുക്കി വരും. കണ്ടോ എന്താ മണം, അടിപൊളി മണമാണ് കേട്ടോ ഈ കറിക്ക്. ഉണ്ടോ ചോറിലേക്കൊക്കെ കേട്ടോ ഒഴിച്ച് കൂട്ടിയ ഹൈ എന്താ മക്കളെ ടേസ്റ്റ്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യുക. എന്നിട്ട് കമൻറ്റ് പറയുക, കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക. പിന്നെ എൻ്റെ ഈ ചാനൽ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് വേഗം ഒന്ന് വണക്കിയാക്കി തരണേ. ഓക്കെ, അസ്സലാമു അലൈക്കും. അപ്പം വീണ്ടും ഒരു റെസിപ്പിയുമായിട്ട് ഞാൻ വരും കേട്ടോ. അപ്പം ഇത് എന്തായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി മത്തിക്കറിയാണ്. കപ്പ പുഴുങ്ങിയൊക്കെ അടിപൊളിയാണ് കേട്ടോ. ചെയ്ത് നോക്കുക, കമൻ്റ് ഇടുക, എന്നെ സപ്പോർട്ട് ചെയ്യുക.